SFIO ഡെമോക്രസിന്റെ വാള് പോലെ പിണറായിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. MA ബേബി ഈ വാള് എത്തരത്തിലായിരിക്കും ഉപയോഗിക്കുന്നത്? ബേബി അത് സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത. ഒന്നുകിൽ അത് ഉപയോഗിച്ച് പിണറായി വിജയനെ എന്നേക്കുമായിട്ട് വെട്ടിനിരത്തും, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് പിണറായി വിജയനെ വരുതിക്ക് നിർത്തും. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. കാരണം MA ബേബിയെ സംബന്ധിച്ച് MA ബേബി ഇരിക്കുന്ന പദവി CPMലെ ഏറ്റവും പരമോന്നതമായ പദവിയാണ്. അതായത് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടിയുടെ അവസാന വാക്കാണ്. പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവും ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്ന ആളിന് അവകാശപ്പെട്ടതാണ്. ആ PB ആകട്ടെ, കേന്ദ്ര കമ്മിറ്റി ആകട്ടെ, മറ്റെല്ലാ ഘടകങ്ങളും അതിന് താഴെ വരുള്ളൂ. അപ്പോൾ ആ ജനറൽ സെക്രട്ടറിയുടെ കയ്യിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ അത് സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളാണ് MA ബേബി. MA ബേബി ആരും രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. കാരണം 1980-കൾ മുതൽ ബേബി CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഒപ്പം പ്രവർത്തിച്ച് വന്നയാളാണ്. അത് EMSനോടൊപ്പമാണെങ്കിലും ശരി, പിന്നീട് ഡൽഹി കേന്ദ്രീകരിച്ച് രാജ്യസഭ MP ആയിട്ടാണെങ്കിലും ശരി, ഒക്കെ ബേബി നല്ല തഴക്കവും പഴക്കവും വന്ന രാഷ്ട്രീയക്കാരനാണ്. ബേബിക്ക് ആരെ എപ്പോൾ എങ്ങനെ വെട്ടണമെന്ന് നന്നായിട്ട് അറിയാം. എന്തുപയോഗിച്ച് വെട്ടണം എന്നുള്ളതും ബേബിയെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കണ്ട. അതുകൊണ്ട് തന്നെ കുശാഗ്ര ബുദ്ധിയുള്ള ബേബി ഈ ഒരു വാൾ, ഈ SFIO അന്വേഷണം, പിണറായിയുടെ മകൾക്ക് നേരെയാണ് ഈ അന്വേഷണം നടക്കുന്നതെങ്കിലും ഫലത്തിൽ അത് പിണറായിക്കും കൂടി നേരെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം പിണറായിയുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് ഒരു കമ്പനിയിൽ നിന്ന് സേവനം നൽകി എന്ന വിധത്തിൽ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ഫണ്ട് കിട്ടിയിരിക്കുന്നത്. അത് കൃത്യമായിട്ടും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് തന്നെയാണ്. ഇനി അത് അന്വേഷണം വീണയിൽ മാത്രം ഒതുങ്ങില്ല, അത് പിണറായിയിലേക്കും നീളാൻ സാധ്യതയുണ്ട്. മുമ്പ് നടന്ന പല കേസുകളിലും പിണറായിക്കെതിരെയുള്ള അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുകയോ അല്ലെങ്കിൽ പൂർത്തിയാകാതെ പോവുകയോ ചെയ്തിട്ടുണ്ട്. അത് സ്വർണ്ണക്കടത്താണെങ്കിലും, അത് ലാവ്ലിനാണെങ്കിലും, അത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് ഡാറ്റ കൈമാറിയ ആ വിഷയമാണെങ്കിലും ഒക്കെ അന്വേഷണം, ഈ ആരോപണങ്ങളിലെല്ലാം അന്വേഷണം ഏതാണ്ട് പാതി വഴിയിൽ നിന്നു പോവുകയോ അല്ലെങ്കിൽ അത് പൂർത്തിയാകാതെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് SFIOയുടെ അന്വേഷണത്തിൽ അത് വരില്ല. അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു പാതി വഴിയിൽ നിലച്ചു പോകില്ല എന്ന് നമുക്ക് കരുതാം. എന്തായാലും അതിൽ പാർട്ടിയെ സംബന്ധിച്ച് അത് പിണറായി വിജയനെയും മകളെയും രക്ഷിക്കാൻ നിന്നാൽ പാർട്ടിക്ക് വലിയ ചീത്തപ്പേരുകൾ ഉണ്ടാക്കും. അച്ഛനെയും മകളെയും കൈവിട്ടാൽ അത് പാർട്ടിയുടെ ഇമേജ് സംരക്ഷിക്കലാവും. ബേബിയെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ പാർട്ടിയെ അതിൻ്റെ പ്രതിച്ഛായ മാത്രം നോക്കി മുന്നോട്ട് പോകാനായിരിക്കും ബേബി ശ്രമിക്കുക. കാരണം കഴിഞ്ഞ 10 വർഷം ബേബിയെ വെട്ടി ഒതുക്കി, ബേബിക്ക് മിണ്ടാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാക്കി ഒതുക്കി നിർത്തിയത് പിണറായി വിജയനാണ്. 2014 ആ പരനാറി പ്രയോഗം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അത് തന്നെയാണ് ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിക്കാനിരുന്നത്. കാരണം ഈ കുശാഗ്ര ബുദ്ധി എന്ന് ബേബിയെ പറ്റി വിശേഷിക്കുമ്പോഴും പിണറായി അന്ന് വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു ബേബിയെ. കാരണം BS-ഉമായിട്ട് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ ദൃഢമായ ഒരു ബന്ധം പിണറായിക്ക് അത്ര രസമല്ലായിരുന്നു. അപ്പൊ നമുക്കറിയാം ബേബിയുടെ ഒരു പേരുകൾ പോലും നമ്മൾ പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോഴാണ് ഒരു ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കുശാഗ്ര ബുദ്ധി പിണറായി എന്ന അതികുശാഗ്ര ബുദ്ധിയോടെ എത്രമാത്രം പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്? അല്ല, ഇപ്പോ നോക്കൂ, പിണറായി ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ്. കാരണം ഒരു വിഷയം മാത്രമല്ല അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. കേവലം 1 വർഷം തികച്ചില്ല ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള ചുമതല പിണറായിക്കാണ്. അങ്ങനെ നയിച്ച് വിജയിച്ച് അധികാരത്തിൽ മടങ്ങിയെത്തിയാൽ അത് പിണറായിക്ക് ഒരു വലിയ മേൽക്കോയ്മ കൊടുക്കും. പിണറായിക്ക് അപ്പർ ഹാൻഡ് കിട്ടും. പക്ഷേ വിജയിച്ചില്ല എങ്കിൽ പിണറായി വലിയ തരത്തിൽ വലിയ പ്രതിരോധത്തിലാകുകയും പിണറായി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അധപ്പതനം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിൻ്റെ പതനം നമുക്ക് കാണുകയും ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിനെ
നയിക്കുന്നത്. ഇന്ന് കേന്ദ്ര സർക്കാർ BJP-യുടേതാണ്. BJP-യെ സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് പടിപടിയായി വളർന്നു കയറണമെങ്കിൽ CPM എന്ന പാർട്ടി നശിക്കണം. അവർ കോൺഗ്രസ് മുക്ത ഭാരതം ഒക്കെ പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ അവർക്ക് പടിപടിയായിട്ട് ചവിട്ടി കയറണമെങ്കിൽ CPM എന്ന പാർട്ടി തകർന്ന് തരിപ്പണമായേ പറ്റൂ. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ BJP-യുടെ വോട്ട് ബാങ്ക് ഇന്നിരിക്കുന്നത് CPM-ന്റെ കൈവശമാണ്. ഹിന്ദു വോട്ട് ബാങ്ക്, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. അതുകൊണ്ട് തന്നെ CPM-നെ തകർത്താൽ മാത്രമേ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസ് ഏതാണ്ട് നിലം പരിശായി. ഇപ്പോൾ ക്രൈസ്തവരുടെ വോട്ട് കൂടി കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെടുന്നതോടുകൂടി കോൺഗ്രസ് കേവലം മുസ്ലിം ലീഗിന്റെ ഒരു പിണിയാളായി, അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗ് പറയുന്നത് അനുസരിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ മാറിക്കഴിഞ്ഞു. ഇനി പിന്നെയുള്ളത് CPM ആണ്. ഈ CPM-നെ വരുതിക്ക് നിർത്തിയാൽ, CPM-നെ തകർത്താൽ മാത്രമേ BJP-ക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി BJP എന്തായാലും ഈ SFIO-യുടെ അന്വേഷണത്തിലോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലോ ഇടപെടില്ല എന്ന് തീർച്ചയാണ്. അത് അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോയാൽ അത് പിണറായിക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. അതുകൊണ്ട് തന്നെ BJP വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമെന്ന് തീർച്ചയാണ്. ഇനി അങ്ങനെ BJP മുന്നോട്ട് പോകുമ്പോൾ CPM വലിയ പ്രതിരോധത്തിലാകുകയും ഈ കേസ്, SFIO-യുടെ കേസ്, ഒരു കഴുത്തെ ചുറ്റിയ പാമ്പായി മാറുകയും ചെയ്യും പിണറായിക്കും മകൾക്കും. അതിനെ സമർത്ഥമായി ഉപയോഗിക്കാൻ തന്നെയായിരിക്കും ബേബി ശ്രമിക്കുക. കാരണം പിണറായി വീണാൽ മാത്രമേ ബേബിക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ, കേരളം ബേബിയുടെ കയ്യിലേക്ക് വരികയുള്ളൂ. അല്ലാത്ത പക്ഷം ഡൽഹിയിൽ ഒരു ജനറൽ സെക്രട്ടറി ഉദ്യോഗം വഹിക്കുന്ന ഒരാൾ എന്നുള്ളതിൽ കവിഞ്ഞ് ബേബിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാകാനിടയില്ല. കാരണം ഒരു പക്ഷെ പ്രതിപക്ഷത്ത് പോയാൽ പോലും ഈ പാർട്ടി ഒരു 5 കൊല്ലത്തേക്കെങ്കിലും കേരളത്തിൽ നിലനിൽക്കും എന്നുള്ള കാര്യം സത്യമാണ്, തീർച്ചയാണ്. ബംഗാളിലും ത്രിപുരയിലും അല്ലെങ്കിൽ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ പേരിനെങ്കിലും ഉണ്ടായിരുന്നതാണ്. അവിടെ ഒന്നും നേരിട്ട പ്രതിസന്ധി കേരളത്തിൽ അവർക്ക് നേരിടേണ്ടി വരില്ല. കാരണം കേരളത്തിൽ അതിശക്തമായൊരു പ്രതിപക്ഷം ഇപ്പോഴില്ല. BJP ഇനി വളർന്നു വലുതാകേണ്ടിയിരിക്കുന്നു. അതിനുള്ളൊരു സമയം വേണം. ആ സമയം തീർച്ചയായിട്ടും CPM-ന് ഉപയോഗപ്പെടുത്താൻ സാധിക്കും, ബേബിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് ബേബി കൃത്യമായിട്ടും ഒരു പ്രധാന പ്രതിപക്ഷമായിട്ടെങ്കിലും കേരളത്തിൽ തുടരാൻ സാധിക്കണമെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവ് ഈ സ്ഥാനത്ത് നിന്ന് മാറേണ്ടിയിരിക്കുന്നു. പാർട്ടിയെ പിടിച്ചെടുക്കണമെങ്കിൽ MA ബേബിയെ സംബന്ധിച്ച് പിണറായി ഒരു മഹാമേരു പോലെ ഒരു വലിയ വെല്ലുവിളിയായി ഇത് തൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിനെ ഒതുക്കാതെ, അതിനെ മാറ്റാതെ, അവിടെ നിന്ന് മാറ്റാതെ ബേബിക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബേബി ഇക്കാര്യത്തിൽ വളരെ ബുദ്ധിപൂർവം, വളരെ കൗശലത്തോടുകൂടി, വളരെ സാമർഥ്യത്തോടുകൂടി ഒരു നയം സ്വീകരിക്കും. വളരെ പതുക്കെയാണെങ്കിലും കൃത്യമായിട്ടും വീണയെയും പിണറായിയെയും കുരുക്കുന്ന, അവരെ പ്രതിരോധത്തിലാക്കുന്ന, അവർക്ക് സ്ഥാനമൊഴിയേണ്ടി വരുന്ന, പിണറായിക്ക് സ്ഥാനമൊഴിയേണ്ടി വരുന്ന ഒരു തരത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാനാണ് സാധ്യത. തൃശ്ശൂർ LDF BJP ഒരു അന്തർധാര ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബേബി BJP-യുമായി ചേർന്ന് എന്തെങ്കിലും പരിപാടികൾ, എന്തെങ്കിലും നിഗൂഢതകൾ ചെയ്യാൻ സാധ്യതയോ? വോട്ട് ബാങ്ക് നേടാൻ BJP-യുമായിട്ട് ചേർന്ന് തൃശ്ശൂരിൽ LDF BJP സഖ്യത്തിലാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചത് എന്ന് പറയുന്നതിന് വലിയ സാങ്കത്യമൊന്നുമില്ല. രാഷ്ട്രീയമാണ്. അവിടെ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് UDF-ന്റെ വോട്ടുകളാണ് വളരെ കുറഞ്ഞത്. UDF 3-ാം സ്ഥാനത്തേക്ക് പോവുകയും അവിടെ BJP 75,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അവിടെ LDF-ന് കാര്യമായ ക്ഷീണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ മറ്റെന്തെങ്കിലുമൊക്കെ ചില ഗിമ്മിക്കുകളിൽ കൂടി BJP-ക്ക് നേട്ടമുണ്ടാക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഭരണം കയ്യിലിരിക്കുന്നതുകൊണ്ട് പിണറായിക്ക് അതൊക്കെ സാധിക്കും. ഇപ്പോൾ അങ്ങനെയാണല്ലോ, പൂരം കലക്കി എന്നൊക്കെയാണല്ലോ ആക്ഷേപം ഉയരുന്നത്. ഇനി അതൊക്കെ സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ, കേരളത്തിൽ BJP-യും LDF-ഉം പ്രത്യേകിച്ച് CPM-ഉം കൂടെ ഒരുമിച്ച് പോകുന്ന ഒരു അന്തർധാരയിൽ ഉണ്ടാക്കി, അങ്ങനെ ഒരു പണ്ടൊക്കെ നമ്മൾ കോൺഗ്രസുമായിട്ട് BJP-ക്ക് അങ്ങനെ ചില ധാരണകൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിന് വോട്ട് മറിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊന്ന് CPM-ഉമായിട്ട് വർക്കൗട്ട് ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല.